ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി നിക്ഷേപകർ കാത്തിരുന്ന വലിയ വാർത്ത ഒടുവിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുന്നു. എന്താണ് ഈ കരാർ? ഇതുകൊണ്ട് നമ്മുടെ വിപണിക്ക് എത്ര മാറ്റമുണ്ടാകും? ഏതൊക്കെ സെക്ടറുകളിലാണ് ഇനി വലിയ കുതിപ്പുണ്ടാകാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരിഫ് അഥവാ ഇറക്കുമതി നികുതിയിലെ കുറവ് തന്നെയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന 25% റെസിപ്രോക്കൽ താരിഫ് ഇപ്പോൾ 18% കുറച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന അധിക 25% താരിഫും പൂർണ്ണമായും ഒഴിവാക്കി. അതായത് 50% വരെ നികുതി നേരിട്ടിരുന്ന പല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ വെറും 18% താരിഫ് നൽകിയാൽ മതിയാകും. ഇവിടെ റഷ്യൻ എണ്ണ പൂർണ്ണമായും ഇന്ത്യ ഒഴിവാക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. പകരം പരിഗണിക്കുന്ന വെനസ്വേലൻ എണ്ണയും പ്രശ്നം തന്നെ. എങ്കിലും വിപണിയിൽ ഇതിന്റെ പ്രതികരണം മികച്ചതാകാം. പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ നിഫ്റ്റി ഏകദേശം 800 പോയിന്റോളമാണ് കുതിച്ചുയർന്നത്. ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ ഒരു വലിയ ബുള്ളിഷ് റാലിയുടെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ജനുവരിയിൽ വിദേശ നിക്ഷേപകർ ഏകദേശം $3 ബില്യൺ മൂല്യമുള്ള ഓഹരികളാണ് വിറ്റൊഴിച്ചത്. എന്നാൽ ഈ പുതിയ ഡീലിലൂടെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടുന്ന വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് വലിയ തോതിൽ പണം ഒഴുക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പരിശോധിക്കാം. ഈ കരാർ പ്രകാരം ഇന്ത്യ വരും വർഷങ്ങളിൽ ഏകദേശം $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിൽ എനർജി, ടെക്നോളജി, അഗ്രികൾച്ചർ, കൽക്കരി എന്നിവ ഉൾപ്പെടുന്നുണ്ട്. പകരമായി അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ നികുതിയിൽ കൂടുതൽ പ്രവേശനം ലഭിക്കും. ഇത് നമ്മുടെ എക്സ്പോർട്ട് സെക്ടറിന് വലിയൊരു കരുത്താണ്. ഏതൊക്കെ സെക്ടറുകളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും ടെക്സ്റ്റൈൽ, സീ ഫുഡ്, ഓട്ടോ അനുബന്ധ വ്യവസായങ്ങൾ, കെമിക്കൽ എന്നിവയ്ക്ക് ഈ നികുതി കുറവ് വലിയ ലാഭമുണ്ടാക്കും. കൂടാതെ IT സർവീസസ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ മേഖലകളിലും വലിയ പോസിറ്റീവ് ചലനങ്ങൾ പ്രതീക്ഷിക്കാം. ബജറ്റിലെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് വർധനവ് മൂലം വിപണിയിൽ ഉണ്ടായ തളർച്ച മാറ്റാൻ ഈ ട്രേഡ് ഡീൽ ഒരു ട്രംപ് കാർഡായി മാറുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ലാർജ് ക്യാപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വിദഗ്ധരുടെ നിർദ്ദേശം. വികാരം മെച്ചപ്പെടുമ്പോൾ ഇവ വേഗത്തിൽ തിരിച്ചുവരും. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിലെ കയറ്റുമതി കേന്ദ്രീകൃത ഓഹരികളിൽ വൻ നേട്ടം വിദഗ്ധർ കാണുന്നുണ്ട്. ഈ കരാർ കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന മേഖല നമ്മുടെ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ സെക്ടർ തന്നെയാണ്. ഇപ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്സ്, വെൽസ്പൺ ലിവിംഗ് തുടങ്ങിയ ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കയിൽ വിൽക്കാൻ സഹായിക്കും. താരിഫ് കുറയ്ക്കുന്നത് മാത്രമല്ല കമ്പനികൾക്ക് അനുകൂലമാകുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ അമേരിക്ക ശ്രമിക്കുന്ന ചൈന +1 സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി ഇന്ത്യ മാറുകയും ചെയ്യും. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ കയറ്റുമതിയുടെ ഏകദേശം 30% പോകുന്നത് അമേരിക്കയിലേക്കാണ്. പുതിയ കരാറിലൂടെ ഈ വിപണി വിഹിതം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇന്ന് കിറ്റെക്സ് ഗാർമെന്റ്സ്, പേൾ ഗ്ലോബൽ, KPR മിൽ, ബോംബെ ഡൈയിങ്, ഇൻഡോ കൗണ്ട്, വെൽസ്പൺ ലിവിംഗ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, ട്രൈഡൻ തുടങ്ങിയ ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ്. സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിക്കും ലൈം ലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ മൊത്തം ചെമ്മീൻ കയറ്റുമതിയുടെ ഏകദേശം 48 മുതൽ 50% വരെ പോകുന്നത് അമേരിക്കയിലേക്കാണ്. ഈ വിപണിയിൽ നികുതി ഇത്രയും കുറയുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് വിയറ്റ്നാം, തായ്ലാന്റ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ വലിയ മുൻതൂക്കം നൽകാൻ സാധ്യതയുണ്ട്. അവന്തി ഫീഡ്സ്, അപെക്സ് ഫ്രോസൺ ഫുഡ്സ്, കോസ്റ്റൽ കോർപ്പറേഷൻ എന്നിവ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി കഴിഞ്ഞ ദിവസം ഒപ്പിട്ട കരാർ കൂടി ചേരുമ്പോൾ ഇന്ത്യൻ സീ ഫുഡ് മേഖലയ്ക്ക് ആഗോളതലത്തിൽ വലിയൊരു വിപണി തുറന്നു നൽകിയിരിക്കുകയാണ്. ഓട്ടോ അനുബന്ധ മേഖലയിലേക്ക് വരുമ്പോൾ ഭാരത് ഫോർജ്, രാമകൃഷ്ണ ഫോർജിങ്സ്, JK ടയർ എന്നിവയും IT സെക്ടറിൽ TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, വിപ്രോ എന്നിവയും ശ്രദ്ധിക്കാവുന്നതാണ്. IT സെക്ടറിന്റെ കാര്യം നോക്കാം. IT സേവനങ്ങൾക്ക് മേൽ താരിഫുകൾ അഥവാ നികുതികൾ ഈ കരാറിൽ ചർച്ചയായിട്ടില്ല. എങ്കിലും IT ഓഹരികളെ ഈ കരാർ ബാധിക്കുന്നത് 2 പ്രധാന ഘടകങ്ങളിലൂടെയാണ്. ഒന്ന് H1B വിസയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ്. രണ്ടാമത്തേത് ഏറ്റവും നിർണായകമായ കറൻസി മൂല്യവും. കഴിഞ്ഞ കുറച്ചു കാലമായി വ്യാപാര കരാറിൽ വ്യക്തതയില്ലാത്തതിനാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ താഴ്ന്ന നിലയിലായിരുന്നു. IT കമ്പനികളെ സംബന്ധിച്ച് ഇതൊരു നല്ല വാർത്തയാണ്. കാരണം അവരുടെ വരുമാനം ഡോളറിലാണ്, എന്നാൽ ചിലവുകൾ രൂപയിലുമാണ്. രൂപ ദുർബലമാകുമ്പോൾ ഈ കമ്പനികളുടെ ലാഭക്ഷമത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. IT ഓഹരികൾ അടുത്തിടെ മുന്നേറാൻ ഇതൊരു പ്രധാന കാരണമായിരുന്നു. എന്നാൽ ഈ പുതിയ ട്രേഡ് ഡീൽ പ്രഖ്യാപിച്ചതോടെ വിദേശ നിക്ഷേപകർ വൻതോതിൽ ഇന്ത്യൻ വിപണിയിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ട്. ഇത് രൂപയുടെ മൂല്യം വർദ്ധിക്കാൻ കാരണമാകും. രൂപ കരുത്താർജിച്ചാൽ അത് IT കമ്പനികളുടെ മാർജിനുകളെ നേരിയ തോതിൽ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് കരാർ ഒപ്പിട്ട ആവേശത്തിനിടയിലും TCS, ഇൻഫോസിസ്, പെർസിസ്റ്റന്റ് സിസ്റ്റം, കഫോഷ് തുടങ്ങിയ ഓഹരികൾ ലൈം ലൈറ്റിൽ വരുന്നത്. ഈ മാറ്റത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് വിപണി ഉറ്റുനോക്കുന്നുണ്ട്. അടുത്ത പ്രധാന ഘടകം H1B വിസയാണ്. വിസ ഫീസ് $1 ലക്ഷം ഉയർത്താനുള്ള നീക്കം IT കമ്പനികളുടെ ചിലവ് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ വ്യാപാര
വ്യാപാര കരാറിന്റെ ഭാഗമായി വിസ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ എന്നാണ് നിക്ഷേപകർ കാത്തിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം വിദഗ്ധ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന സൂചനകൾ വന്നാൽ അത് IT ഓഹരികൾക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്കും വഴിയൊരുക്കിയേക്കാം. ചുരുക്കത്തിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യയെ മാറ്റി നിർത്തിയിരുന്ന ആ ഒരു സാഹചര്യം ഈ ഒരു കരാറിലൂടെ അവസാനിപ്പിക്കുകയാണ്. രൂപയുടെ മൂല്യം ശക്തിപ്പെടാനും കോർപ്പറേറ്റ് വരുമാനം വർദ്ധിക്കാനും ഇത് കാരണമാകും. അതിനാൽ വരും മാസങ്ങളിൽ ഇന്ത്യൻ ഓഹരി വിപണി പുതിയ റെക്കോർഡുകൾ കുറിക്കുന്നത് നമുക്കൊരു പക്ഷേ കാണാൻ സാധിച്ചേക്കാം.